വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് ചിക്കനിലേക്ക് മസാലയെല്ലാം പുരട്ടി മാറ്റി വെക്കാം. ഇതിനായിട്ട് ഞാനിപ്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം തൈരും മുളക് പൊടിയും ചേർത്ത് നല്ലതുപോലെ ചിക്കനിലേക്ക് പുരട്ടി നമുക്ക് കുറച്ച് നേരം മാറ്റി വെക്കാം. നമുക്കിനി ബിരിയാണിയുടെ അരി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതാണ്, ഇത് തോരാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം ഇതെല്ലാം ഇട്ട് നല്ലപോലെ മൂപ്പിക്കുക. ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരുന്ന അരി എടുത്ത് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തത്, അതുകൊണ്ട് 2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ശകലം കൂടുതലായിട്ട് ചേർക്കണം. അതുകൂടാതെ പിന്നെ ഒരു അരമുറി നാരങ്ങയും കൂടി ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ഒരു കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുക്കാം. റൈസും ചിക്കനും വേകുന്ന സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം. അതിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക്, പിന്നെ കുറച്ച് പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് നല്ല വലിപ്പമുള്ളൊരു പാത്രം വേണം. അതിലേക്ക് കുറച്ച് എണ്ണ ചൂടാകാനായിട്ട് ഒഴിക്കുക. ഇതിലേക്ക് സവാള ചേർക്കുക. അരിഞ്ഞു വെച്ച സവാള ചേർത്ത് ഒന്ന് വഴറ്റുക. സവാള നല്ലപോലെ വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ശകലം ഉപ്പ് ചേർക്കുന്നുണ്ട്. സവാള നല്ല രീതിയിൽ വാടി വരണം. സവാള ഒരു പകുതി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ല രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം. നല്ല സമയമെടുത്ത് ചെറിയ തീയിൽ നല്ല പോലെ മസാലയൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടണം. സവാള നല്ല രീതിയിൽ വെന്താൽ മാത്രമേ നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ എത്രത്തോളം സമയം എടുക്കുന്നോ അത്രത്തോളം നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂടും. ഇനി മസാലകൾ ചേർക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ചിക്കൻ മസാല. ഇത്രയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ലാസ്റ്റ് മാത്രമേ ഞാൻ ഗരം മസാല ചേർക്കത്തുള്ളൂ. ഇതിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് ഈ മസാലയൊക്കെ നല്ലപോലെ ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി നല്ലതുപോലെ വേകണം. തക്കാളിയും സവാളയും നല്ലപോലെ വെന്താൽ അതിനനുസരിച്ച് നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ്. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനകത്ത് അധികം മസാലകളൊന്നും ആഡ് ചെയ്യാറില്ല.
തക്കാളി സവാളയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം തൈരും കൂടെ ചേർക്കാം. അധികം പുളിയുള്ള തൈര് ചേർക്കരുത്, പുളിയില്ലാത്ത തൈര് വേണം ചേർക്കാൻ. എന്നിട്ട് ഇത് നല്ലപോലെ യോജിപ്പിക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർക്കാം. ഇത് രണ്ടും മസ്റ്റായിട്ട് ചേർക്കണം. ഇതാണ് ബിരിയാണിക്ക് ഫ്ലേവർ നല്ലതുപോലെ തരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ വെള്ളവും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ മസാലയെല്ലാം ആ ചിക്കനിനകത്തോട്ടൊന്ന് പിടിക്കട്ടെ, അതുവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ചേർക്കാം. ഇത് ഒരു 3/4 വേവായതേ ഉള്ളൂ ഈ റൈസ്, അധികം വെന്തിട്ടില്ല. നമ്മളിത് ദം ചെയ്യുമ്പോൾ ബാക്കി നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും പുതിനയിലയും പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്തതും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ സവാള വറുത്ത് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള വറുത്ത് ചേർക്കാം. ഞാനിവിടെ സവാള വറുത്ത് ചേർത്തിട്ടില്ല. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ തൂകി വിടാം. അതുകൂടാതെ ഒരു ചെറിയ ഗ്ലാസ്സിൽ കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചത് അതും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുക. അന്നേരം ഒരു യെല്ലോയിഷ് കളർ നമുക്ക് ഈ റൈസിന് കിട്ടും. അടച്ചു വെച്ച് നമുക്ക് ഇതിൻ്റെ മുകളിൽ ദമ്മ് ചെയ്യുന്നത്, ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അതാണ് വെക്കുന്നത്. ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കങ്ങനെ വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് റൈസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഇങ്ങനെ നമ്മൾ വീട്ടിലുണ്ടാക്കിയാൽ നമുക്ക് വെളിയിൽ നിന്ന് കഴിക്കാൻ നമുക്ക് തോന്നത്തില്ല. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.